അവിശ്വാസ പ്രമേയത്തെ തുടർന്ന് സ്ഥാനത്തു നിന്ന് പുറത്തായ മുൻ നഗരസഭാധ്യക്ഷ ദിയ ബിനുവിന് പകരം പുതിയ അധ്യക്ഷയെ ഓഗസ്റ്റ് 19-ന് തിരഞ്ഞെടുക്കും. രാവിലെ 11 മണിക്ക് നഗരസഭ കൗൺസിൽ ഹാളിൽ നടക്കുന്ന പ്രത്യേക യോഗത്തിലാണ് തിരഞ്ഞെടുപ്പ്. പാലാ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസർ ഇൻചാർജ് ജോളിമോൾ ഐസക്കിനെ വരണാധികാരിയെ നിയമിച്ചിട്ടുണ്ട്. അവിശ്വാസ പ്രമേയത്തെ പിന്തുണച്ച UDF-ലെ വിമത കൗൺസിലർമാരായ മായ രാഹുൽ, ലിസിക്കുട്ടി മാത്യു എന്നിവരാണ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള പ്രധാന പരിഗണനയിലുള്ളത്. എന്നാൽ ഇരുവരിൽ ആരാകും ആദ്യം സ്ഥാനമേൽക്കുകയെന്ന കാര്യത്തിൽ ഇതുവരെ അന്തിമ ധാരണയായിട്ടില്ല. നിശ്ചിത കാലയളവിൽ അധ്യക്ഷ സ്ഥാനം പങ്കിട്ടെടുക്കുന്നതിനെ കുറിച്ച് ധാരണയുണ്ടെങ്കിലും ആദ്യം ചുമതലയേൽക്കേണ്ടത് ആരെന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം തുടരുകയാണ്. ഭരണപക്ഷം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ലെന്നും അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച ഭരണപക്ഷത്തിലെ 5 അംഗങ്ങൾ തീരുമാനിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പിന്തുണ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് ബിജു പാലുപ്പടവൻ അറിയിച്ചു. അതേസമയം അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന്റെ നിലപാടും നിർണായകമാകുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. ഉപാധ്യക്ഷ സ്ഥാനത്തും മാറ്റ സാധ്യത. നിലവിൽ ഉപാധ്യക്ഷയായ മായ രാഹുൽ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണെങ്കിൽ ആദ്യം ഉപാധ്യക്ഷ സ്ഥാനം രാജിവെക്കേണ്ടി വരും. അങ്ങനെ സംഭവിച്ചാൽ കോൺഗ്രസിലെ വിമത കൗൺസിലർ ടോണി തൈപ്പറമ്പിൽ ഉപാധ്യക്ഷനാകാൻ സാധ്യതയുണ്ടെന്നാണ് സൂചന. അതേസമയം ലിസിക്കുട്ടി മാത്യു അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ മായ രാഹുൽ ഉപാധ്യക്ഷ സ്ഥാനത്ത് തുടരുമെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ വിലയിരുത്തുന്നത്. i4 ന്യൂസ്, പാലാ.